കൊണ്ടു നടന്നതും നീയേ ചാപ്പ, കൊണ്ടു കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന് പറയുന്നത് പോലെ മലയാള സിനിമയുടെ ബ്രാൻഡ് അംബാസിഡറാണ് ഞാൻ. മലയാള സിനിമയെ ഞാൻ ഉയരങ്ങളിൽ എത്തിക്കും. ഒരു ബാഹുബലിയോ ഒരു KGF ഒരു കാന്താരയോ പോലെ ആയിരിക്കും മലയാളത്തിൽ നിന്ന് എമ്പുരാൻ എന്ന സിനിമ. ഇന്ത്യയൊട്ടാകെ മലയാള സിനിമ ശ്രദ്ധിക്കപ്പെടും. എമ്പുരാൻ എന്ന സിനിമയിലൂടെ മലയാള സിനിമ ഉയരങ്ങളിലേക്ക് എത്താൻ പോവുകയാണെന്ന് പറഞ്ഞ പൃഥ്വിരാജ് തന്നെ മലയാള സിനിമയെ കൊന്നിരിക്കുകയാണെന്ന് വേണം പറയാൻ. അതിന് കാരണങ്ങൾ നിരവധിയാണ്. മിഴി ഫിലിംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വീഡിയോ കണ്ടിട്ട് നിങ്ങൾ എന്നെ തെറി വിളിക്കാൻ നിൽക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയുക. വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം അഭിപ്രായം പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളൊരു മലയാള സിനിമ ആരാധകനാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം, നിങ്ങൾ ആ ഒരു സിനിമയിൽ നിന്ന് പ്രതീക്ഷിച്ചത് ഈ രീതിയിലുള്ള ഒരു ഗുജറാത്ത് കലാപമോ അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെ രാഷ്ട്രീയമോ കാണാനാണോ നിങ്ങൾ എമ്പുരാൻ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്നത്? ഒരിക്കലും ആയിരിക്കില്ല എന്ന് പറയാം. ഇപ്പോൾ ഈ സിനിമ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവരാണെങ്കിലും ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും അവർക്ക് ഈ ഒരു രീതിയിലുള്ള രാഷ്ട്രീയം കാണാൻ വേണ്ടി ആയിരിക്കില്ല അവർ ആ സിനിമ കാണാൻ പോയത്. പൃഥ്വിരാജ് സുകുമാരൻ എന്ന വ്യക്തിക്ക് രാഷ്ട്രീയമുണ്ടെങ്കിൽ അതേപോലെ ഇന്ത്യയിലുള്ള 130 കോടി ജനങ്ങളിൽ ഓരോ വ്യക്തിക്കും അവരുടേതായ വ്യക്തമായ രാഷ്ട്രീയമുണ്ട്. പൃഥ്വിരാജ് ഇതിൽ കാണിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ചീറ്റിംഗ് ആണ് കാണിച്ചിരിക്കുന്നത്. അതായത് ചേച്ചിയെ കാണിച്ചിട്ട് അനിയത്തിയെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ് പൃഥ്വിരാജ് കാണിച്ചത്. കുറെ കാലമായിട്ട് പൃഥ്വിരാജ് നായകനാകുന്ന സിനിമകളിലൂടെ പൃഥ്വിരാജിന്റെ രാഷ്ട്രീയവും പൃഥ്വിരാജിന്റെ വർഗീയ ചേരിതിരിവുള്ള നിലപാടുകളുമൊക്കെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ സിനിമകളൊക്കെ അമ്പെ പരാജയപ്പെട്ടു പോവുകയാണ്. ജനങ്ങളൊക്കെ അത് തള്ളിക്കളയുകയാണ്. തീർപ്പെന്ന സിനിമയിൽ കൃത്യമായ വർഗീയതയും രാഷ്ട്രീയവും പൃഥ്വിരാജ് കൊണ്ടുവന്നു. പക്ഷേ ആ സിനിമ പരാജയപ്പെട്ടു പോയി. കൂടാതെ പൃഥ്വിരാജ് സുകുമാരൻ നായകനായ ജനഗണമന എന്ന സിനിമയിലും ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിൽ പോലും വർഗീയ രാഷ്ട്രീയ ചേരിതിരിവ് ഉണ്ടാക്കുന്ന ഡയലോഗുകൾ കുത്തിനിറച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെയും ഹിന്ദുക്കൾക്കെതിരെയുമുള്ള നിരവധി ഡയലോഗുകൾ ഈ ഒരു ചിത്രത്തിൽ കാണാവുന്നതാണ്. കൂടാതെ പൃഥ്വിരാജ് സുകുമാരനെ നായകനാക്കി വാര്യംകുന്നൻ എന്നൊരു സിനിമ പ്രഖ്യാപിക്കുകയും പിന്നീട് ആ സിനിമ ഉപേക്ഷിക്കുകയും ചെയ്തു. ആ ഒരു സിനിമ പ്രഖ്യാപനത്തിലൂടെ പൃഥ്വിരാജ് സുകുമാരൻ ലക്ഷ്യം വെച്ചത് മാപ്പിള ലഹളയെ ഒരു സ്വാതന്ത്ര്യ സമരമായിട്ടും വാര്യംകുന്നനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ടും വെള്ളപൂശുക എന്നൊരു ലക്ഷ്യമായിരുന്നു. ആ ഒരു ലക്ഷ്യം മനസ്സിലാക്കി സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നും ഈ ഒരു ചിത്രത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഉയർന്നു വന്ന പ്രതിഷേധങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ആ ഒരു സിനിമ ഉപേക്ഷിക്കുകയും ചെയ്തു. അങ്ങനെ പൃഥ്വിരാജിന്റെ സിനിമകളിലൂടെ അദ്ദേഹത്തിന്റെ ചീഞ്ഞ രാഷ്ട്രീയവും വർഗീയതയും പുറത്തേക്ക് തള്ളാൻ ശ്രമിച്ചപ്പോൾ അത് നടക്കാതെ വന്നതോടുകൂടി പൃഥ്വിരാജ് കണ്ടെത്തിയ മറ്റൊരു മാർഗമാണ് മോഹൻലാൽ എന്ന മലയാളത്തിന്റെ മഹാനടനെ മുൻനിർത്തിക്കൊണ്ട് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയവും വർഗീയതയും ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നത്. അതിനുവേണ്ടി പൃഥ്വിരാജ് സുകുമാരൻ കണ്ടെത്തിയ ഒരു കുടിലതന്ത്രമായിരുന്നു ലൂസിഫർ എന്ന സിനിമ. ലൂസിഫർ എന്ന സിനിമ എടുക്കുകയും അതൊരു വലിയ വിജയമാക്കുകയും ചെയ്തതിനു ശേഷം അതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി ഓരോ മോഹൻലാൽ ആരാധകനെയും ഓരോ മലയാളിയെയും വെയിറ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ലൂസിഫർ എന്ന സിനിമയുടെ സെക്കൻഡ് പാർട്ടായിട്ടുള്ള എമ്പുരാൻ എന്ന സിനിമ വരുന്നതിന് മുന്നോടിയായിട്ട് ഇന്ത്യ ഒട്ടാകെ നടന്ന് വലിയ ഹൈപ്പ് സൃഷ്ടിച്ചു. മോഹൻലാൽ എന്ന ഒരു താരത്തിൻ്റെ ഒരു മാസ് കഥാപാത്രം. ലൂസിഫർ എന്ന ചിത്രത്തിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന മോഹൻലാലിന്റെ ഒരു മാസ് കഥാപാത്രമാണ് ഉടനീളം കണ്ടതെങ്കിൽ മോഹൻലാലിന്റെ ഖുറേഷി എബ്രഹാം എന്ന ഒരു മാസ് കഥാപാത്രം നിങ്ങൾക്ക് മുന്നിലേക്ക് ഞങ്ങളിതാ എത്തിക്കുന്നു എന്ന രീതിയിൽ രാജ്യമൊട്ടാകെ നടന്ന് ഹൈപ്പ് സൃഷ്ടിച്ചു. അങ്ങനെ റിലീസിന് മുൻപ് തന്നെ ലക്ഷക്കണക്കിന് പേരാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്ക് ടിക്കറ്റ് സ്വന്തമാക്കിയത്. ഒരാഴ്ചത്തേക്കുള്ള ടിക്കറ്റുകൾ നേരത്തെ തന്നെ ബുക്ക് ചെയ്തു കഴിഞ്ഞു. അങ്ങനെ എമ്പുരാൻ സിനിമ റിലീസായി. ജനങ്ങൾ എമ്പുരാൻ സിനിമ കാണുമ്പോൾ ഇത് ലൂസിഫറിന്റെ സെക്കൻഡ് പാർട്ടാണെന്ന് പറയാൻ പറ്റുകയില്ല. ഇതിൽ കാണിക്കുന്നത് പൃഥ്വിരാജിന്റെ രാഷ്ട്രീയവും വർഗീയതയും മാത്രമാണ്. ഗുജറാത്ത് കലാപമെന്ന കുറേ നാളുകളായി ജനങ്ങൾ ചർച്ച ചെയ്ത് മടുത്ത ഒരു വിഷയത്തെ അതിൻ്റെ പാതി സത്യം മൂടി വെച്ചുകൊണ്ട് ഒരു വിഭാഗത്തെ മാത്രം വെള്ളപൂശിക്കൊണ്ട് ഒരു വിഭാഗത്തെ കുറ്റക്കാരായി ചിത്രീകരിച്ചുകൊണ്ടുള്ള ഒരു സിനിമ. അങ്ങനെ പൃഥ്വിരാജ് സുകുമാരൻ തൻ്റെ ഉള്ളിലുള്ള ചീഞ്ഞ രാഷ്ട്രീയം പുറത്ത് എത്തിക്കുന്നതിന് വേണ്ടി മോഹൻലാൽ എന്ന ഒരു നടനെ മറയാക്കിക്കൊണ്ട് ഒരു സിനിമ ഒരുക്കിയതാണ് എമ്പുരാൻ എന്ന ചിത്രം. അല്ലാതെ പൃഥ്വിരാജ് സുകുമാരൻ എന്ന വ്യക്തിക്ക് ഈ തള്ളി മറിക്കുന്നതല്ലാതെ മര്യാദയ്ക്കൊരു സിനിമ എടുത്ത് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റാക്കാൻ അറിയില്ല. രാജമൗലിയോ പ്രശാന്ത് നീലോ ഒക്കെ ചെയ്യുന്നത് കണ്ട് ഇവിടുന്നും ഞങ്ങൾ ഇതാ ഒരു സിനിമ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞ് ഇന്ത്യ മുഴുവൻ നടന്ന് തള്ളി മറിച്ചിട്ട് ലാസ്റ്റ് ആ സിനിമ വന്നപ്പോഴത്തേക്ക് എന്താണ് കാണുന്നത്? ആ സിനിമയിൽ പച്ച വർഗീയതയും രാഷ്ട്രീയവും കലർത്തി ജനങ്ങൾക്കിടയിൽ ഒരു വ്യത്യസ്തമായ ഒരു അഭിപ്രായം പല ജനങ്ങൾക്കുമിടയിൽ ചിലരിത് ശരിയാണ്, ചിലർ തെറ്റാണ്, ചിലർ അവരുടെ രാഷ്ട്രീയം വെച്ച് ഈ സിനിമ കാണാൻ പോകുന്നു, ചിലർക്ക് ആ ഒരു രാഷ്ട്രീയത്തോട് എതിർപ്പുള്ളവരും ഇതെന്താണ് ചെയ്തിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പോകുന്നു. അല്ലാതെ മാന്യമായിട്ട് ഒരു നല്ലൊരു കഥ അല്ലെങ്കിൽ നല്ലൊരു തിരക്കഥ
അത് വെച്ചുകൊണ്ടൊരു സിനിമ ചെയ്ത് ഒരു പാൻ ഇന്ത്യൻ ഹിറ്റാക്കാൻ പൃഥ്വിരാജ് സുകുമാരന് കഴിവില്ല. അതുകൊണ്ട് പൃഥ്വിരാജ് സുകുമാരൻ ചെയ്ത ഒരു കുതന്ത്രമാണ് ഇങ്ങനെ ഒരു വിഷയം അതും പാതി സത്യം മൂടി വെച്ചുകൊണ്ട് ഒരു സിനിമ എടുത്തു. അവിടെ നടന്ന യഥാർത്ഥ സംഭവം പൂർണ്ണമായിട്ട് പൃഥ്വിരാജ് സുകുമാരനോ മുരളി ഗോപിക്കോ അറിയാഞ്ഞിട്ടല്ല, എന്താണ് ആ സത്യമെന്ന് കറക്റ്റായിട്ട് അവർക്കറിയാം. അവർ ചെയ്ത തന്ത്രമാണ് പകുതി അവിടെ മൂടി വെച്ചുകൊണ്ട് പകുതി ഇറക്കുമ്പോൾ അവരുടെ ചീഞ്ഞ രാഷ്ട്രീയവും പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഇതൊരു വിഷയമാകും. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ സിനിമ കാണും. അങ്ങനെ അവർക്ക് സിനിമ വിജയിപ്പിക്കാമെന്ന ഒരു കുരുട്ട് ബുദ്ധി. അല്ലാതെ നേരെ ജോയിന് സിനിമ എടുക്കാൻ ഈ പൃഥ്വിരാജിന് അറിയില്ല. നിങ്ങൾ എമ്പുരാൻ സിനിമ കണ്ടോ? നിങ്ങൾ ലൂസിഫറിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് പ്രതീക്ഷിച്ചത് ഇങ്ങനെ ഒരു കഥയാണോ? ആണെങ്കിൽ ആണെന്ന് പറയുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം നിങ്ങൾ ഈ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക.